10ാം ക്ലാസ് സ്കൂൾ പാഠപുസ്തകം ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന അധ്യായം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകളാണ് നികുതി സർവേ, ട്രോപ്പോഗ്രാഫിക്കൽ സർവേ, ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്നിവ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സർവേകളാണ് നികുതി സർവേ, ട്രോപ്പോഗ്രാഫിക്കൽ സർവേ, ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്നിവ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയതാരാണ്? കേണൽ വില്യം ലാംപ്ടണി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് കേണൽ വില്യം ലാംപ്ടണി ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണം ഏതാണ്? തിയോഡലൈറ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണമാണ് തിയോഡലൈറ്റ്. 1818 ലാംപ്ടണിന്റെ സഹായിയായി സർവേയിൽ ചേർന്നതാരാണ്? കേണൽ ജോർജ് എവറസ്റ്റ്. 1818 ലാംപ്ടണിന്റെ സഹായിയായി സർവേയിൽ ചേർന്നത് കേണൽ ജോർജ് എവറസ്റ്റ് ആണ്. ഹിമാലയ പർവ്വതനിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേയാണ് ഇത്. ഹിമാലയ പർവ്വതനിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേയാണ് ഇത്. വില്യം ലാംപ്ടണിന് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്തത് ജോർജ് എവറസ്റ്റ് ആണ്. വില്യം ലാംപ്ടണിന് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്തതാരാണ്? ജോർജ് എവറസ്റ്റ്. ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായി പിൽക്കാലത്ത് ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന് പേര് നൽകുകയുണ്ടായി. ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായി പിൽക്കാലത്ത് ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന് പേര് നൽകുകയുണ്ടായി. സർവേ നടപടികൾ പൂർത്തീകരിച്ച വർഷമാണ് 1854. സർവേ നടപടികൾ പൂർത്തീകരിച്ച വർഷമാണ് 1854. ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രഫിക് മാപ്പ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ട്രോപ്പോ, ഗ്രാഫെ എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ട്രോപ്പോഗ്രഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. ട്രോപ്പോ, ഗ്രാഫെ എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ട്രോപ്പോഗ്രഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. ട്രോപ്പോ എന്നതിന്റെ അർത്ഥം സ്ഥലം എന്നാണ്. ട്രോപ്പോ എന്നതിന്റെ അർത്ഥം എന്താണ്? സ്ഥലം. ഗ്രാഫെ എന്നതിന്റെ അർത്ഥം വിവരിക്കുക അഥവാ വരയ്ക്കുക എന്നാണ്. ട്രോപ്പോ എന്നതിന്റെ അർത്ഥം സ്ഥലം എന്നും ഗ്രാഫെ എന്നതിന്റെ അർത്ഥം വിവരിക്കുക അഥവാ വരയ്ക്കുക എന്നുമാണ്. ട്രോപ്പോഗ്രഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേരെന്താണ്? ട്രോപ്പോ ഷീറ്റ്. ട്രോപ്പോഗ്രഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേരാണ് ട്രോപ്പോ ഷീറ്റ്. ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ നോക്കാം. ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന്, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന്, നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. എന്തെല്ലാമാണ് ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ? ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന്, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും, സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന്, പിന്നെ നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. ഇതിനൊക്കെയാണ് ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ അഥവാ SOI. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് SOI, അതായത് സർവേ ഓഫ് ഇന്ത്യ.
സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. ലേഔട്ടും നമ്പറിങ്ങും. ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ്. ധരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ്. ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 1800 ആണ്. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 1800 ആണ്. ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 420 ആണ്. ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം എത്രയാണ്? 420. ധ്രുവപ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് 2 ഷീറ്റുകളിലാണ്. ധ്രുവപ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് 2 ഷീറ്റുകളിലാണ്. ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 2222 ആണ്. ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 2222. ഇന്ത്യയുടെ ട്രോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയുടെ ട്രോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ്. ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നിനും 1:10 ലക്ഷം എന്ന തോതിലായതിനാൽ ഇവ അറിയപ്പെടുന്നത് മില്യൺ ഷീറ്റുകൾ എന്നാണ്. ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും 1:10 ലക്ഷം എന്ന തോതിലായതിനാൽ ഇവ അറിയപ്പെടുന്നത് മില്യൺ ഷീറ്റുകൾ എന്നാണ്. 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് 1 മുതൽ 105 വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ അറിയപ്പെടുന്നത് എന്താണ്? ഇൻഡെക്സ് നമ്പർ അഥവാ സൂചക നമ്പറുകൾ. 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് 1 മുതൽ 105 വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ അറിയപ്പെടുന്നത് സൂചക നമ്പറുകൾ എന്നാണ്. ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് ഡിഗ്രി ഷീറ്റുകൾ എന്നാണ്. ഓരോ മില്യൺ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് ഡിഗ്രി ഷീറ്റുകൾ എന്നാണ്. 1 ഡിഗ്രി അക്ഷാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് 1:2,50,000 എന്നതാണ്. 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് 1:2,50,000 എന്നതാണ്. ഡിഗ്രി ഷീറ്റുകളെ 15 അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഡിഗ്രി ഷീറ്റുകളെ 15 അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ ഷീറ്റുകൾ 1:50,000 എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഷീറ്റുകൾ 1:50,000 എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും നോക്കാം. ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്നതിനാൽ ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ മറ്റ് രാജ്യക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും സാധിക്കുന്നു. ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്നതിനാൽ ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ മറ്റ് രാജ്യക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും സാധിക്കുന്നു. വിവിധ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറങ്ങൾ നോക്കാം. ഭൂസവിശേഷതകളും നിറങ്ങളുമാണ് പറയുന്നത്. കറുപ്പ് നിറം ഉപയോഗിക്കുന്ന ഭൂസവിശേഷതകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവിടങ്ങളിൽ. കറുപ്പ് നിറം ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? അക്ഷാംശ രേഖാംശ രേഖകൾ ചിത്രീകരിക്കാനും വരണ്ട ജലാശയങ്ങൾ ചിത്രീകരിക്കാനും റെയിൽപാത, ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ ചിത്രീകരിക്കാനുമാണ് കറുപ്പ് നിറം ഉപയോഗിക്കുന്നത്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ എന്നിവയെല്ലാം ചിത്രീകരിക്കുന്നതിന് നീല നിറമാണ് ഉപയോഗിക്കുന്നത്. നീല നിറം ഉപയോഗിക്കുന്ന സവിശേഷതകൾ എന്തെല്ലാമാണ്?
സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങളിലെല്ലാം നീല നിറമാണ് ഉപയോഗിക്കുന്നത്. പച്ചനിറം ഉപയോഗിക്കുന്നത് എവിടെയാണ്? വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പച്ച നിറമാണ് ഉപയോഗിക്കുന്നത്. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്നതിന് പച്ച നിറമാണ് ഉപയോഗിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കുന്നതിന് മഞ്ഞയാണ് ഉപയോഗിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കുന്നതിന് മഞ്ഞ നിറമാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. തരിശുഭൂമി ചിത്രീകരിക്കുന്നത് വെളുപ്പ് എന്ന നിറത്തിലാണ്. തരിശുഭൂമി ചിത്രീകരിക്കുന്നത് വെളുപ്പ് നിറത്തിലാണ്. പാർപ്പിടങ്ങൾ, റോഡുകൾ, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, അതായത് ഈസ്റ്റിങ്സും നോർത്തിങ്സും അവയുടെ നമ്പറുകളും ഒക്കെ അടയാളപ്പെടുത്താനായിട്ട് ചുമപ്പാണ് ഉപയോഗിക്കുന്നത്. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, അതായത് ഈസ്റ്റിങ്സും നോർത്തിങ്സും അവയുടെ നമ്പറുകളും ഒക്കെ അടയാളപ്പെടുത്താൻ ചുമപ്പാണ് ഉപയോഗിക്കുന്നത്. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽക്കുന്നുകളും ചിത്രീകരിക്കുന്നതിന് ബ്രൗൺ നിറമാണ് ഉപയോഗിക്കുന്നത്. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽക്കുന്നുകളും ചിത്രീകരിക്കുന്നതിന് ബ്രൗൺ നിറമാണ് ഉപയോഗിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിവ. എന്തെല്ലാമാണ്? കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിവ ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഒരു കോണ്ടൂർ രേഖ കടന്നുപോകുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. ഒരു കോണ്ടൂർ രേഖ കടന്നുപോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയായിരിക്കും. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ്. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ്. ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ സഹായിക്കുന്നത് കോണ്ടൂർ മൂല്യങ്ങളാണ്. ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ സഹായിക്കുന്നത് കോണ്ടൂർ മൂല്യങ്ങളാണ്. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം അറിയപ്പെടുന്നത് കോണ്ടൂർ ഇടവേള എന്നാണ്. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം അറിയപ്പെടുന്നത് കോണ്ടൂർ ഇടവേള എന്നാണ്. 1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആണ്. 1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആണ്. അടുത്തടുത്തായി വളരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിന്റെ കുത്തനെയുള്ള ചരിവിനെയാണ്. അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിന്റെ കുത്തനെയുള്ള ചരിവിനെയാണ്. അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിന്റെ ചെറിയ ചരിവിനെയാണ്. അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിന്റെ ചെറിയ ചരിവിനെയാണ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നത് ഫോം ലൈനുകൾ ആണ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളിൽ ചിത്രീകരിക്കുന്നത് ഫോം ലൈനുകൾ ആണ്. ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് സ്പോട്ട് ഹൈറ്റ് എന്നാണ്. ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് സ്പോട്ട് ഹൈറ്റ് എന്നാണ്. കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും സ്പോട്ട് ഹൈറ്റ് രേഖപ്പെടുത്താറുണ്ട്. കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും സ്പോട്ട് ഹൈറ്റ് രേഖപ്പെടുത്താറുണ്ട്. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആണ്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നത് ബെഞ്ച് മാർക്ക് ആണ്.
ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടെ രേഖപ്പെടുത്തുന്നത് ബെഞ്ച്മാർക്ക് ആണ്. ഗ്രിഡ് റഫറൻസ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകൾ അറിയപ്പെടുന്നത് നോർത്തിങ്സ് എന്നാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകൾ അറിയപ്പെടുന്നത് നോർത്തിങ്സ് എന്നാണ്. ഈസ്റ്റിങ്സിന്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഈസ്റ്റിങ്സിന്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്. നോർത്തിങ്സിന്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. നോർത്തിങ്സിന്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുക. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുക. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകൾ അറിയപ്പെടുന്നത് റഫറൻസ് ഗ്രിഡ് എന്നാണ്. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകൾ അറിയപ്പെടുന്നത് റഫറൻസ് ഗ്രിഡ് എന്നാണ്. ഭൂസവിശേഷതകൾ വ്യത്യസ്ത വലുപ്പത്തിലായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനനിർണയം നടത്തുന്ന രണ്ട് വ്യത്യസ്ത രീതികളാണ് 4-അക്ക ഗ്രിഡ് റഫറൻസ്, 6-അക്ക ഗ്രിഡ് റഫറൻസ് എന്നിവ. ഭൂസവിശേഷതകൾ വ്യത്യസ്തമായ വലുപ്പത്തിലായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനനിർണയം നടത്തുന്ന രണ്ട് വ്യത്യസ്ത രീതികളാണ് 4-അക്ക ഗ്രിഡ് റഫറൻസ്, 6-അക്ക ഗ്രിഡ് റഫറൻസ് എന്നിവ. 4-അക്ക റഫറൻസിലൂടെ സ്ഥാനനിർണയം നടത്തുമ്പോൾ ആദ്യം എഴുതുന്നത് ഭൂസവിശേഷതയുടെ തൊട്ട് ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ്. 4-അക്ക റഫറൻസിലൂടെ സ്ഥാനനിർണയം നടത്തുമ്പോൾ ആദ്യം എഴുതുന്നത് ഭൂസവിശേഷതയുടെ തൊട്ട് ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ്. 4-അക്ക റഫറൻസിലൂടെ സ്ഥാനനിർണയം നടത്തുമ്പോൾ രണ്ടാമത് എഴുതുന്നത് ഭൂസവിശേഷതകളുടെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ മൂല്യമാണ്. 4-അക്ക റഫറൻസിലൂടെ സ്ഥാനനിർണയം നടത്തുമ്പോൾ രണ്ടാമത് എഴുതുന്നത് ഭൂസവിശേഷതകളുടെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സിന്റെ മൂല്യമാണ്. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകൾ സ്ഥാനനിർണയം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റഫറൻസ് ആണ് 6-അക്ക ഗ്രിഡ് റഫറൻസ്. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകൾ സ്ഥാനനിർണയം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റഫറൻസ് ആണ് 6-അക്ക ഗ്രിഡ് റഫറൻസ്. ധരാതലീയ ഭൂപട വിശകലനം. ധരാതലീയ ഭൂപട വിശകലനം നടത്തുന്നത് പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സാംസ്കാരിക സവിശേഷതകൾ എന്നിവയെല്ലാം അനുസരിച്ചാണ്. ധരാതലീയ ഭൂപട വിശകലനം നടത്തുന്നത് പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സാംസ്കാരിക സവിശേഷതകൾ എന്നിവയെല്ലാം അനുസരിച്ചാണ്. ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ. ട്രോപ്പോഷീറ്റിലെ പ്രാഥമിക വിവരങ്ങളാണ് ഭൂപടത്തിന്റെ നമ്പർ, പ്രദേശത്തിന്റെ പേര്, അക്ഷാംശ രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്സും നോർത്തിങ്സിന്റെയും മൂല്യങ്ങൾ, ഭൂപട തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ, സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി എന്നിവ. ട്രോപ്പോഷീറ്റിലെ പ്രാഥമിക വിവരങ്ങളാണ് ഭൂപടത്തിന്റെ നമ്പർ, പ്രദേശത്തിന്റെ പേര്, അക്ഷാംശ രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്സിന്റെയും നോർത്തിങ്സിന്റെയും മൂല്യങ്ങൾ, ഭൂപട തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ, സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി എന്നിവ. ട്രോപ്പോഷീറ്റിലെ ഭൗതിക സവിശേഷതകൾ എന്തെല്ലാമാണ്? ജലാശയങ്ങൾ, ഭൂരൂപങ്ങൾ എന്നിവയാണ്. ട്രോപ്പോഷീറ്റിലെ ഭൗതിക സവിശേഷതകളാണ് ജലാശയങ്ങൾ, ഭൂരൂപങ്ങൾ എന്നിവ. ട്രോപ്പോഷീറ്റിലെ സാംസ്കാരിക സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ, വിവിധ തരം റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണർ, കുഴൽക്കിണർ എന്നിവ. ട്രോപ്പോഷീറ്റിലെ സാംസ്കാരിക സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ, വിവിധ തരം റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണർ, കുഴൽക്കിണർ എന്നിവ.